പ്രിയമുള്ളവരെ, ഈദ് മുബാറക്ക് നേരുന്നു. സ്ക്രീനിലൂടെ മിന്നിമറിയുന്ന കാഴ്ചകൾ എൻ്റെ ഗ്രാമത്തിൽ, അതായത് മേലങ്ങാടി ജുമാ മസ്ജിദിൽ നിന്നുള്ളതാണ്. അതിനിടയിൽ നമ്മൾ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരൽപ്പം വിശേഷങ്ങളും കൂടി അറിയാൻ പോവുകയാണ്. ഈ വിഷയത്തിൽ ധാരാളം കേട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. എങ്കിലും ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരു വിശേഷം പങ്കുവെക്കുമ്പോൾ അതിനോടനുബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണല്ലോ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ബലിപെരുന്നാളിന്റെ പ്രധാന കർമ്മങ്ങളിൽ ഒന്നാണല്ലോ ബലി നൽകുക എന്നുള്ളത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കർമ്മം ബലിപെരുന്നാളിൽ പ്രധാനപ്പെട്ട ആചാരങ്ങളിൽ ഒന്നായി മാറി? അതറിയണമെങ്കിൽ വർഷം 4000 പുറകോട്ട് സഞ്ചരിക്കണം നമ്മൾ. അതായത് വിശുദ്ധ ഖുർആനിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ചും അവരുടെ മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കുറിച്ചും വിശാലമായി തന്നെ വിശദീകരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ ഇബ്രാഹിം നബി എന്നറിയപ്പെടുമ്പോൾ ബൈബിളിൽ അത് അബ്രഹാം എന്നറിയപ്പെടുന്നു എന്നും അറിയാൻ സാധിച്ചു. സർവശക്തനായ നാഥൻ ഓരോ കാലഘട്ടങ്ങളിലും അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള ദൈവദൂതന്മാരെ, അതായത് പ്രവാചകന്മാരെ ഇറക്കപ്പെട്ടിരുന്നു എന്ന് ചരിത്രത്താളുകളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, വേദഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ സർവശക്തനായ നാഥന്റെ കൂട്ടുകാരൻ എന്നായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്ലാമിനെ വിശേഷിപ്പിച്ചത്. എന്തുകൊണ്ടായിരിക്കാം ഇബ്രാഹിം നബി അലൈഹിസ്ലാമിനെ തേടി ഇങ്ങനെ ഒരു സ്ഥാനം കടന്നു വരാനുള്ള കാരണം? അതിന്റെ കഥകൾ നമ്മൾ അറിയാൻ പോകുമ്പോൾ നമ്മളെല്ലാം അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള അനവധി പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നവരാണ് ഇബ്രാഹിം നബി അലൈഹിസ്ലാമും അവരുടെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്ലാമും. ഏകദൈവ വിശ്വാസം പ്രചരിപ്പിച്ചു എന്ന കാരണത്താൽ അന്നത്തെ സമൂഹം വലിയ ഒരു അഗ്നികുണ്ടാരം ഒരുക്കിയിട്ട് അതിലേക്ക് ഒരു ദയയും കൂടാതെ വലിച്ചെറിയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്ലാമിന്റെ മനസ്സ് പതറിയില്ല. കാര്യം, സർവശക്തനായ നാഥനിലുള്ള അവരുടെ അചഞ്ചലമായ വിശ്വാസം അവർക്കതിന് ശക്തി നൽകി. പ്രവാചകരുടെ വിശ്വാസം സത്യമായിരുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് ആ അഗ്നികുണ്ടാരത്തെ നാഥൻ സുരക്ഷിത കേന്ദ്രമാക്കി മാറ്റിക്കൊടുത്തു. ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള പ്രവാചകരുടെ നീണ്ടകാലത്തെ പ്രാർത്ഥനയ്ക്കൊടുവിൽ പ്രവാചകരുടെ വാർദ്ധക്യ കാലഘട്ടത്തിലേക്ക് കടന്നു ചെന്നപ്പോഴാണ് മകനായ ഇസ്മായിൽ നബിയുടെ ജനനം. കുഞ്ഞു പിറന്നതിൽ ഇബ്രാഹിം നബി അലൈഹിസ്ലാമും അവരുടെ പ്രിയ പത്നി ഹജറ ബീവിയും വലിയ സന്തോഷത്തിലായിരുന്നു. പക്ഷേ അവരുടെ സന്തോഷം ദീർഘനാൾ നീണ്ടുനിന്നില്ല. അവിടെ സൃഷ്ടാവിന്റെ കൽപ്പന വരികയായി. പ്രവാചകരെ, നിങ്ങൾ നിങ്ങളുടെ പുത്രനെ ബലി നൽകേണ്ടതുണ്ട്. പ്രവാചകരുടെ മനസ്സ് തകർന്നു പോയ നിമിഷമായിരുന്നു അത്. എങ്കിലും തന്റെ സൃഷ്ടാവിന്റെ കൽപ്പന അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് താനെന്ന തീരുമാനത്തിൽ അടിയുറച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്ലാം തന്റെ പുന്നോമന മകനായ ഇസ്മായിൽ നബിയെ ബലി നൽകാൻ വേണ്ടി തീരുമാനിക്കുന്നതും തീരുമാനം നടപ്പിൽ വരുത്താൻ ഒരുങ്ങുമ്പോഴാണ് അത് സംഭവിച്ചത്. നാഥന്റെ അടുത്ത കൽപ്പന വരുന്നു: പ്രവാചകരെ, അങ്ങ് പരീക്ഷണത്തിൽ വിജയിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പുത്രനെ എനിക്ക് വേണ്ടി ബലി നൽകേണ്ടതില്ല. പകരമായി ഞാൻ നൽകിയ ആട്ടിൻ കുഞ്ഞിനെ ബലി നൽകിക്കൊണ്ട് എന്റെ കൽപ്പന പാലിക്കുക. ഇന്നും ഇസ്ലാം മത വിശ്വാസികൾ ആ ഒരു ഓർമ്മ പുതുക്കലിന്റെ ഭാഗമായിട്ടാണ് ബലിപെരുന്നാൾ ദിവസം ബലി നൽകുന്നത്. പ്രിയമുള്ളവരെ, ഈ സമയവും കടന്നുപോകും. സന്തോഷത്തിൽ മതിമറക്കാതിരിക്കാനും സങ്കടത്തിൽ അമിതമായി ദുഃഖിക്കാതിരിക്കാനും ബലിപെരുന്നാൾ ഓർമ്മകൾ കാരണമാകട്ടെ.